കർഷകന് അർഹിക്കുന്ന അംഗീകാരമാണോ സംസ്ഥാന സർക്കാർ നൽകുന്നത്? ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഷെക്കേന ന്യൂസ് തേടിയത്. തിരഞ്ഞെടുത്ത ചില പ്രതികരണങ്ങൾ നമുക്ക് കാണാം. കർഷകർ നേരിടുന്ന പ്രതിസന്ധി എന്താ വെച്ചാൽ റബ്ബർ മേഖലയിലും ഇപ്പോൾ 250 രൂപ വില വന്ന സാഹചര്യത്തിലും അത് ഫലപ്രദമായിട്ട് അതിനുള്ള വില ഉണ്ടെങ്കിൽ തന്നെയും ശരിക്ക് വില കിട്ടുന്നതിനുള്ള ഉൽപാദനം തന്നെ നടന്നിട്ടില്ല. അപ്പോൾ കർഷകനൊരു പ്രധാനമായിട്ടുള്ള ഒരു ഗുണം ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് റബ്ബർ മേഖലയിലായാലും നാളികേരം, തെങ്ങ് അങ്ങനെ അത്തരം മേഖലകളായാലും അതിന്റെ പ്രതിസന്ധി വല്ലാതെ നേരിട്ടാണ്. അത് വളത്തിന്റെ കാര്യത്തിലായാലും വില കൂടുതലാണ്, കൂലി ചെലവായാലും വില കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ഇടപെട്ട് എന്തെങ്കിലും അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യം. കർഷക സമൂഹവും ഇന്ന് ആകെ ഒരു ദാരിദ്ര്യത്തിന്റെ വഴിയിലാണ്. കാരണം കൃഷി ചെയ്യാനുള്ള ചെലവ്, അതിൻ്റെ വില ഇടിവ്, ഇതൊക്കെ ഇതിനൊരു കാരണമാണ്. അതിൻ്റെ പുറമെ എന്തെങ്കിലും കഷ്ടപ്പാട് അതല്ലെങ്കിൽ ബുദ്ധിമുട്ട് സഹിച്ച് കടം വാങ്ങി ഒരു കർഷകൻ കൃഷി ചെയ്യാം എന്ന് തീരുമാനിച്ചാൽ അത് കൃഷി ഇറക്കിയ അന്ന് തൊട്ട് വിളവെടുക്കുന്നതിൻ്റെ സമയം വരെ വന്യജീവികളുടെ വലിയ ഒരു തോതിലുള്ള ഒരു കൃഷിനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് കർഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. നമ്മൾ കേരളത്തിലെ കൃഷിക്കാരെ സംബന്ധിച്ചോളം വളരെ അപകടത്തിലുള്ള ഒരു കാലാവസ്ഥയാണ്. കാരണം കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യം, പിന്നെ വന്യമൃഗങ്ങളുടെ പന്നി, ആന, ഇങ്ങനത്തെ മയില്, കുരങ്ങ്, എല്ലാ വന്യമൃഗങ്ങളും ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. നാളികേരത്തിന്റെ കാര്യത്തിലും അടക്കന്റെ കാര്യത്തിലും നെല്ലിന്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പരിഹാരം കിട്ടിയില്ലെങ്കിൽ കേരളത്തിന്റെ പുതുതലമുറ കൃഷിയിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെടാൻ വേണ്ടി ഒരു നല്ലൊരു നടപടി വന്നതെങ്കിലും അപകടമാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് അതിനൊക്കെ നിൽക്കണം. കർഷകരെ പാടെ അവഗണിക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റേത്. കൃഷി ഉപജീവനമായി കാണുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം വന്യജീവി ആക്രമണവും വില തകർച്ചയും വളം കീടനാശിനികളുടെ വിലവർധനവും ഏറെ പ്രതിസന്ധി ആകുന്ന ഈ കാലഘട്ടം മലയോര കർഷകനെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണ നിരോധനവും ബാങ്കുകളിൽ നിന്നുള്ള കാർഷിക ലോണുകളുടെ ലഭ്യതക്കുറവും എല്ലാം പ്രതിസന്ധിയിലാണ്. കൃഷി നശിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ കർഷകരോട് ഏറെ അവഗണനയാണ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കാർഷിക മേഖല വളരെ ബുദ്ധിമുട്ടിലാണ്. രാപ്പകൽ ജോലി ചെയ്ത് കർഷകർക്ക് ഒരു വരുമാനവും അവർക്ക് ജീവിതത്തിക്ക് പോലും വരുമാനം കിട്ടാത്തൊരവസ്ഥയിലാണ്. അപ്പം അവർക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്ത്, മുമ്പ് ഈ കർഷകര് അവരായിരുന്നു നമ്മുടെ സാമ്പത്തിക മൂലധനം, പക്ഷെ ഇന്നത് ഇല്ല. അപ്പൊ അവരെ സഹായിക്കാൻ ഗവൺമെന്റ് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് സഹായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഒരു പൊതുജനം എന്ന നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കാം. കർഷകന് തീർത്തും അംഗീകരിക്കാത്ത രീതിയിലാണ് നമ്മുടെ ഈ സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് തീർത്തും പറയുവാനായിട്ട് സാധിക്കും. കാരണം നെൽ കർഷകർ, മറ്റ് വിവിധ മേഖലകളിൽ കൃഷി ചെയ്യുന്നവർ, അപ്പം നെല്ലിൻ്റെ ആണെങ്കിൽ ഗവൺമെൻറ് നെല്ല് ഏറ്റെടുത്ത് അതിൻ്റെ വില നൽകുവാനായിട്ട് താമസിപ്പിക്കുന്നു. കൂടാതെ മറ്റ് വിവിധ മേഖലകളിൽ കൃഷി ചെയ്യുന്നവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പല കൃഷിക്കാരും സമരം മുഖങ്ങളിലാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ ധർണയും ഒക്കെ സംഘടിപ്പിക്കുവാനായിട്ട് കൃഷിക്കാർ മുന്നിട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകളുടെ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിലുള്ള കൃഷിക്കാരെല്ലാം പിന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഗവൺമെൻറ് അതിന് വേണ്ട ക്രമീകരണങ്ങൾ
ചെയ്യണം എന്നാണ് എനിക്ക് തീർത്തും പറയുവാനുള്ളത്. സംസ്ഥാനത്തെ കർഷകരെ സംരക്ഷിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നിരവധിയായിട്ടുള്ള കാർഷിക പാക്കേജുകൾ പ്രഖ്യാപിക്കപ്പെടുമ്പോഴും അതൊന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ല. ബഡ്ജറ്റിലൊക്കെ വളരെ വിഹിതങ്ങൾ നൽകാറുണ്ട്. പക്ഷേ വന്യമൃഗശല്യത്തിലും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭം മൂലവും കാർഷിക വിളകൾക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ മൂലം കർഷകർ ദുരിതമനുഭവിക്കുമ്പോൾ ആ കർഷകരെ താങ്ങി നിർത്തുവാനോ സംരക്ഷിക്കുവാനോ സംസ്ഥാന സർക്കാരുകൾ യാതൊരു നടപടി സ്വീകരിക്കുന്നില്ല. കർഷകരാണ് നാടിൻ്റെ നട്ടെല്ല്. നാടിനെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന കർഷകർ പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ്. സർക്കാരുകൾ കർഷകരെ അവർക്കായിട്ട് പ്രത്യേക പാക്കേജുകളോ അവർക്ക് അർഹമായ പ്രാതിനിധ്യമോ നൽകാൻ തയ്യാറാകുന്നില്ല. ഇതുമൂലം കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. വിലയിടിവ് മൂലം ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് സർക്കാരിൻ്റെ അവഗണന കൂടിയാകുമ്പോൾ അവരുടെ ദുരിതം തീരാ ദുരിതമായി മാറുകയാണ്. സംസ്ഥാന സർക്കാർ കർഷക വിരുദ്ധ സർക്കാരാണ്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. അതുപോലെ തന്നെ പട്ടയ വിതരണം നടപ്പാക്കുന്നില്ല. കൃഷിഭൂമി വനമാക്കാനുള്ള ശ്രമം, ഏലമലകളെ വനമാക്കാനുള്ള പരിശ്രമം, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങളെ വനത്തിൽ തടയുന്ന കാര്യത്തിൽ വമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. വന്യമൃഗ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നില്ല. തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് കർഷകർ അനുഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ കർഷക വിരുദ്ധ നയമാണ് സർക്കാരിൻ്റേത്.